അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് അത്യാവശ്യം വലിപ്പമുള്ള ഒരു വാള ഉണക്കമീനാണ് എടുത്തിട്ടുള്ളത്. ഒരെണ്ണമാണ് എടുത്തിട്ടുള്ളത്. ഇത് കുറച്ച് സമയം ഒരു 10-15 മിനിറ്റ് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതിന് ശേഷം ക്ലീൻ ചെയ്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. 15 മിനിറ്റ് വെള്ളത്തിലിട്ട് കുതിർത്ത് എടുത്തതിന് ശേഷം ഉണക്ക വാളമീൻ അതിന്റെ എല്ലാ ഭാഗവും നല്ലതുപോലെ ക്ലീൻ ചെയ്ത് അതിന്റെ പുറത്തുള്ള ചുണ്ണാമ്പൊക്കെ ഒന്ന് കത്തികൊണ്ട് ചുരണ്ടി മാറ്റിയതിന് ശേഷം അതിന്റെ തലയും വാലും എല്ലാം കളഞ്ഞിട്ട് നല്ലതുപോലെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി കഴുകി എടുത്തിട്ടുള്ളതാണ്. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും, കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. സാധാരണ എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ എടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിൽ ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഉണക്കമീനിൽ ആവശ്യത്തിന് ഉപ്പുണ്ട്. ഉപ്പ് കളയാൻ വേണ്ടി നമ്മൾ കുതിർത്ത് ഉണക്കമീൻ വെച്ചിട്ടുണ്ടെങ്കിലും അതിൽ കുറച്ച് ഉപ്പുണ്ടാവും. അതുകൊണ്ട് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് ഇതാ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. കുറച്ച് സമയം നമുക്ക് ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയൊക്കെ പിടിച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം ഒരു 5-10 മിനിറ്റ് ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇനി അടുത്തതായിട്ട് വേണ്ടത് കായാണ്. ഞാൻ 2 കായാണ് എടുത്തിട്ടുള്ളത്. ബജിക്കൊക്കെ എടുക്കുന്ന വാഴക്കായില്ലേ, കായാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിന്റെ തൊലിയെല്ലാം മാറ്റിയതിന് ശേഷം ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തതിന് ശേഷം നല്ലോണം കറയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുക്കുക. അപ്പോൾ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇതിന്റെ കറ നല്ലതുപോലെ മാറി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി ഒരു കടായി എടുക്കുക. ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന വാഴക്കായ ഇതിലേക്ക് മുഴുവനും അങ്ങിട്ട് കൊടുക്കാം. വാഴക്കായ പെട്ടെന്ന് വെന്ത് കിട്ടും. കുറച്ച് വെള്ളത്തിന്റെ ആവശ്യമുള്ളൂ. ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. നമ്മുടെ ഉണക്കമീനിലൊക്കെ ഉപ്പ് ഉണ്ട്. അപ്പം അതുകൊണ്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് മൂടി വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. വെന്തോ ഒന്ന് തുറന്ന് നോക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. സാധാരണ നേന്ത്രക്കായ പോലെയല്ല ഈ വാഴക്കായ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുക. അപ്പോൾ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വെന്തിട്ടുണ്ട്. വെന്തങ്ങ് അഞ്ഞൊന്നും പോകരുത്. ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടിയാൽ മാത്രം മതി. ഇതുപോലെ ഒന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടാവട്ടെ. മസാലയൊക്കെ പുരട്ടി റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ഉണക്കമീൻ ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഉണക്കമീൻ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. അപ്പോൾ ഉണക്കമീനൊക്കെ നേരത്തെ വെച്ച് കൊടുത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിം വയ്ക്കുക. ഒരു സൈഡ് ഒന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കാം. ഒരുപാടൊന്നും മൊരിഞ്ഞ് വരേണ്ട ആവശ്യമൊന്നുമില്ല. 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു വശം കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ ഒരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഈ വശം മൊരിഞ്ഞതുപോലെ മറുവശവും ഒന്ന് മൊരിച്ചെടുക്കുക. ഒരുപാട് ക്രിസ്പി ആവരുത്, എന്നാൽ പിന്നെ കഴിക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതൊന്ന് കുക്കായി വരട്ടെ. ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ വശവും ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. 2 വശവും ഇതുപോലെ ഒരു ഗോൾഡൻ നിറാവണം. ഇനി നമുക്ക് എണ്ണയിൽ നിന്നങ്ങ് കോരി മാറ്റാം. അപ്പോൾ നമ്മൾ ഉണക്കമീൻ ഫ്രൈ ചെയ്തെടുത്തിട്ട് ബാക്കി അതേ എണ്ണയിൽ നമുക്ക് 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കാം. 6 വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ചതച്ചതോ അല്ലെങ്കിൽ പൊടി പൊടിയായിട്ട് കട്ട് ചെയ്തോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ച മണം മാറി കിട്ടുന്നവരെ ഒരു 10 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഒരു 10 സെക്കൻഡ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സവാള നീളത്തിൽ കട്ട് ചെയ്ത് ചേർക്കാം. പിന്നെ ഇതിൽ കുറച്ചും കൂടെ ടേസ്റ്റ് കൊടുക്കുന്നത് ചെറിയ ഉള്ളിയാണ്. നിങ്ങൾക്ക് സവാളയ്ക്ക് പകരം ഫുള്ളായിട്ട് ചെറിയ ഉള്ളി വേണമെന്നുണ്ടെങ്കിലും ചേർക്കാം. ഞാനിപ്പോൾ ഒരു 10 ചെറിയ ഉള്ളി നീളത്തിൽ കട്ട് ചെയ്തെടുത്തതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നല്ലൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ ഉള്ളി ഇല്ലാന്നുണ്ടെങ്കിൽ 2 മീഡിയം സൈസ് സവാള എടുത്താലും മതി. പിന്നെ നമുക്ക് ഈ സവാള എല്ലാം ഒന്ന് വഴറ്റിയെടുക്കണം. ഒരു ഗോൾഡൻ നിറം ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിം ഒക്കെ വെച്ച് കൊടുക്കുക.
ഇനി ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുക്കാം. ഇതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3/4 കപ്പ് ചിരകിയ തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്രയാണോ തേങ്ങ വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. തേങ്ങ വേണ്ടാന്നുണ്ടെങ്കിൽ തേങ്ങ ഒഴിവാക്കാം. തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് ഒരു ചെറിയൊരു തേങ്ങയുടെ ഒരു പകുതി തേങ്ങ ചിരകി എടുത്തിട്ടുള്ളതാണ്. ഇതിലേക്ക് ഒരു പച്ചമുളക്, അത്യാവശ്യം വലുപ്പമുള്ള ഒരു പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഒരെണ്ണം എടുത്തിട്ടുള്ളത്. എരിവില്ലാത്ത പച്ചമുളകാണെന്നുണ്ടെങ്കിൽ 2 എണ്ണം എടുക്കുക. പിന്നെ ഇതിലേക്ക് വേപ്പില ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം. ചെറിയ ജീരകത്തിന്റെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഞാൻ ഇതിൽ വെളുത്തുള്ളി ചേർക്കുന്നില്ല. വെളുത്തുള്ളി അല്ലികൾ നമ്മൾ സവാള വഴറ്റാൻ സമയത്ത് ചേർത്തിട്ടുണ്ട്, ചതച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് വെളുത്തുള്ളി ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മൾ സവാള വഴറ്റുന്ന സമയത്ത് വെളുത്തുള്ളി ചേർത്തില്ല എന്നുണ്ടെങ്കിൽ ഒരു 5-6 വെളുത്തുള്ളി അല്ലികൾ ഇതിലേക്ക് ചേർത്തിട്ട് ചതച്ചെടുക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് ചതച്ചെടുക്കാം. അപ്പൊ അതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ഉണക്ക മീന് അതിന്റെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിന്റെ ഉള്ളിൽ എന്തെങ്കിലും മുള്ളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് എടുത്ത് മാറ്റാം. ഈ മുള്ളെടുത്ത് മാറ്റിയിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട്, എന്ന് വെച്ചാൽ ഒരുപാട് ചെറിയ കഷ്ണമല്ല, ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതുപോലെ മുള്ള് മാറ്റിയിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു വലിപ്പത്തിൽ കൈകൊണ്ട് മുറിച്ചെടുക്കാം, മുള്ളൊക്കെ മാറ്റിയിട്ട്. അപ്പോൾ സവാളയും ചെറിയ ഉള്ളിയും നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്ക് 2 തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം. തക്കാളി ഒന്ന് വഴന്ന് വരണം. ഒന്ന് മൂടി വെച്ചെടുക്കുകയോ അല്ലെങ്കിൽ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തോ കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ തക്കാളിയൊക്കെ ഇതാ വന്ന് വാടി വന്നിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. തക്കാളിയുടെ പീസസ് വേണമെന്നുണ്ടെങ്കിൽ പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ എടുക്കുക. ഇനി മുളക് പൊടിയുടെ അതേ അളവിൽ തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ വേവിച്ചെടുത്ത സമയത്ത് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അതിൻ്റെ പച്ചമണമൊക്കെ മാറി കിട്ടുന്നവരെ ഒരു 10 സെക്കൻഡ് ഇളക്കി കൊടുക്കുക. 10 സെക്കൻഡ് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒരു 1/4 കപ്പ് വെള്ളത്തിൽ പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഒരുപാട് പുളി കൂടി പോവരുത്. ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി എടുത്താൽ മതി. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഉണക്കമീൻ അങ്ങ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് അങ്ങ് ചേർക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. 1-2 മിനിറ്റ് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. തേങ്ങയൊക്കെ നല്ലതുപോലെ ഒന്ന് ചൂടായി വരണം. 2 മിനിറ്റ് ആയപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത തേങ്ങ ചതച്ചതൊക്കെ നല്ലതുപോലെ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കായ ചേർത്ത് കൊടുക്കുക. ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പം എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. എല്ലാം ഒന്ന് മിക്സായി ആ ഉണക്കമീനിൻ്റെ ടേസ്റ്റൊക്കെ എല്ലാത്തിലും ഒന്ന് പിടിച്ച് കിട്ടണം. ഇപ്പോൾ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. ഈ ഒരു സമയം ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നമ്മുടെ ഉണക്കമീൻ എടുക്കുന്നതിനനുസരിച്ച് ഉപ്പ് നമുക്ക് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ടേസ്റ്റ് നോക്കിയപ്പോൾ കുറച്ച് കുറവുണ്ടായിരുന്നു. നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചപ്പോൾ ഉപ്പിൻ്റെ അംശം അങ്ങ് മാറിയിട്ടുണ്ട്. നമുക്ക് ഒരു 2 നുള്ളി അല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. കൂടി പോവരുതേ, നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഒന്ന് മിക്സ് ചെയ്യാം. മെല്ലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില ഇതുപോലെ മുറിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഒന്നുകൂടി ഇന്ന് മിക്സ് ചെയ്യാം. നല്ല സൂപ്പർ ടേസ്റ്റാണിത് കഴിക്കാൻ വേണ്ടിയിട്ട്. ചോറിൻ്റെ കൂടെ മാത്രമല്ല ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും കഴിക്കാവുന്നതാണ്. അപ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. ഉണക്കമീൻ, ഈ വാള ഉണക്കമീൻ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഏത് ഉണക്കമീനിലും ഇത് ചെയ്യാവുന്നതാണ്. നല്ല സൂപ്പർ ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഉണക്കമീൻ വെച്ചിട്ട് ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്